ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. പരാതി നിലനിൽക്കുമെന്നാണ് നിയമോപദേശം. നീനാക്കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷിയാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ള അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ അറിയാം. എന്നെയും വിളിച്ചു. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ പറയുന്ന അൻസിബ ഹസനും ടിനി ടോമും തമ്മിലുള്ള ആ ഒരു വിഷയത്തില് അൻസിബ ഹസൻ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാന്ന് പറയുന്നുണ്ട് ഈ ടിനി ടോമിനെതിരെ. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നേരത്തെ ചെയ്യേണ്ട കാര്യമല്ലേ? എന്തിനാണ് ഇത്ര ലേറ്റ് ആയി പോയതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അൻസിബ ഈ രാജിക്കത്ത് കൊടുക്കുന്ന സമയത്ത് ഈ വിഷയത്തെ പറ്റി ഒന്നും പറയുന്നില്ല. പറയാത്തതിന്റെ കാരണം നേരത്തെ ഒരു വിഷയം വന്നപ്പോൾ അതിനായിട്ടുള്ള ഒരു മറുപടി കൊടുത്തില്ലേ ഇവരുടെ ശ്വേതാ മേനോൻ ഈ ടെനി ടോമിന്റെയും അവരുടെ ഭാഗത്തായിരുന്നു നിന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരി പറയാതെ രാജിവെക്കാൻ കാരണം. പക്ഷെ ഈ ഒരു കാര്യം പറയണമെന്നായിരുന്നു ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ പറയാലോ, നമുക്ക് അതിനകത്ത് പറഞ്ഞ് ഈ ഒരു കാരണം കൊണ്ടാണ് രാജിവെക്കുന്നതെന്ന് പറഞ്ഞിട്ട് രാജിവെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെയായിരുന്നു നല്ലത്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ടിനി ടോമിനെതിരെ. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇവരെ പോലെയുള്ളവന്മാരൊക്കെ പോയി കിടക്കേണ്ട ജയിലിലാണ്. ടിനി ടോമിന് ഒരു വിചാരമുണ്ട്, ആരെ പറ്റി എന്ത് വേണമെങ്കിലും എന്ത് തോന്നിയാസം വേണമെങ്കിലും പറയാമെന്നുള്ള ഒരു വിചാരം. പിന്നെ വേറൊരു വലിയ കോമഡി എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനെ കുറിച്ചാണ് പറയാനുള്ളത്. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെയാണ് വിഷയം ഉണ്ടാക്കുന്നത്. അവിടെ അമ്മ സംഘടനയിൽ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ആ ഒരു മൈൻഡാണ് പുള്ളിക്കാരിക്ക്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം, നിങ്ങൾ കണ്ടുനോക്ക്. വിവാദങ്ങളൊന്നും ഇതിൽ പ്രശ്നമല്ല. പ്രശ്നങ്ങളൊന്നും അല്ല, അതല്ല പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ തുടരുന്നു. ജോലി ചെയ്യാം. വിവാദം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. കണ്ടില്ലേ, ഒരു കുലുക്കവും ഇല്ല പുള്ളിക്കാരിക്ക്. കോമഡി ആയിട്ടെല്ലാം വെച്ചിരിക്കുന്നത്. എന്തൊരു മൈൻഡാണ്. ഇങ്ങനെയാണോ ഒരു പ്രസിഡന്റ്? അതിനകത്ത് ടിനി ടോമിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടില്ല. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു മട്ടാണ്. എന്നെ പറ്റി വെറുതെ അനാവശ്യങ്ങൾ പറയുവാണെന്നുള്ള രീതിയിൽ ഒരു പ്രസിഡന്റ് കൊടുക്കേണ്ട മറുപടിയാണ് ഇതൊക്കെ. ഇവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മീഡിയക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ്. ഇവരുടെ സംഘടനയിൽ തന്നെയുള്ള പിന്നെ വ്യക്തിയാണ് വന്ന് സീരിയസ് അലിഗേഷൻസ് ഒക്കെ പറഞ്ഞത്. ഇത്രയും നേരമായിട്ട് ഇവർ എന്ത് ആക്ഷനാണ് എടുത്തത്? ഇപ്പൊ ആ സംഘടനയിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ടിനി ടോമിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുവാണ്. ടിനി ടോമിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിക്കുന്നു, കണ്ടു. ഇത് നോക്കിട്ട് പോയാൽ മതി. കാരണം ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു, നമ്മുടെ അഞ്ജലി എന്ന് പറയുന്നത്. മറ്റേ വോട്ടിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പിന്നെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി. പുള്ളിക്കാരിയെ ഒരുപാട് പേര് ട്രോൾ ചെയ്തത്, ഞാനും ട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിനി ടോമിന്റെ വക പുള്ളിക്കാരിക്ക് ഒരു കളിയാക്കലുണ്ട്. കളിയാക്കാം, പക്ഷെ ഒരു അതിന് വിടാതിരുന്നാൽ മതി. പക്ഷെ ഇത് ചില കാര്യങ്ങൾ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. സ്ഥാനാർത്ഥിയായിട്ട് അവർ മത്സരിച്ചു, പക്ഷെ എന്ത് ചെയ്യാം, തോറ്റുപോയി. ആവശ്യത്തിൽ കൂടുതൽ ട്രോളുകളും അവർക്ക് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയെ നല്ല രീതിയിൽ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് കളിയാക്കുവാണ്. ഈ ടിനി ടോമിന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. ആരെ കുറിച്ച് എന്ത് വേണേലും പറയാൻ, കളിയാക്കാൻ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെ ഒരു ഇതാണ് പുള്ളിക്കാരൻ ശരിക്കും നാറ്റിച്ചു വിടുവാണ്. എന്തുവാണ് അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഇവരെ വേറെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കാം. ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ പുള്ളിക്കാരിക്ക് കളിയാക്കലും ട്രോളുകളും കിട്ടിയതാണ്. ഇതൊക്കെ ഭയങ്കര മോശമല്ലേ, ഓവറാണ് ഉള്ളത് പറയാലോ. ഇയാളാണെങ്കിൽ മോഹൻലാലിനെ പോലും അഭിനയിച്ച് കളിയാക്കുന്ന രീതിയിൽ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഇയാളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എന്ത് പറയാനാണ്? എന്തായാലും അൻസിബ കേസ് കൊടുക്കാൻ പോകുന്ന ആ ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. പരാതി നിലനിൽക്കുമെന്നാണ് നിയമോപദേശം. നീനാക്കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷിയാക്കും. റംഷ CP ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റംഷ CP, ഗുഡ് മോർണിംഗ്. റംഷ, അൻസിബ വിടുന്ന മട്ടില്ല. കാര്യം അൻസിബയെ വളരെ മോശമായി പല രീതിയിലും പല ആളുകളിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചു ടിനി ടോം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുകയാണോ? ഇന്നലെ നമ്മളുമായി സംസാരിക്കുമ്പോഴും അൻസിബ പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. അൻസിബ ആ വഴിക്ക് തന്നെയാണോ റംഷ CP? ശരിക്കും നല്ലൊരു കാര്യമാണിത്. ഇച്ചിരി പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പഠിച്ചോളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവരെല്ലാം ഇയാളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഒരു ചിന്താഗതി പുള്ളിക്കാരനുണ്ട്. ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്റെ പോലീസുകാര് അവിടെ ഇരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ നിയമ നടപടിക്ക് പോയാലും ഒരു കാര്യവും നടക്കാൻ പോകുന്നൊരു ചിന്തയും പുള്ളിക്കാരനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വിടരുത്. ഇത് മാക്സിമം ചാനലുകളിൽ ഇത് ടേക്കപ്പ് ചെയ്യണം. ഇനി ഒരു സ്ത്രീകളുടെ നേരെയും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഉണ്ടാവരുത് ഇയാളുടെ ഭാഗത്തു നിന്ന്.
ജിഹാദിയാക്കാനുള്ള ശ്രമം, പച്ചത്തെറി വിളിക്കുന്നു, അവിഹിതങ്ങളുണ്ട്, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാനും കുറെ ആൾക്കാർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഗുരുതരമായ ആരോപണങ്ങളാണ് നടൻ ടിനി ടോമിനെതിരെ അൻസിബ ഉയർത്തിയിരുന്നത്. ഇന്നലെ ഡോക്ടർ അരുൺകുമാറിന്റെ കോഫി വിത്ത് അരുൺകുമാർ ഷോയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വീണ്ടും അൻസിബ ആവർത്തിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അൻസിബ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻസിബയ്ക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ടിനി ടോമിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് അൻസിബ വെളിപ്പെടുത്തിയത്. അതിൽ ജിഹാദി പരാമർശം ഉൾപ്പെടെ ഉണ്ടായി എന്നതാണ് ഗുരുതരമായ കാര്യം. ടിനി ടോമിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ മതം മാറ്റുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചു എന്ന നിലയിൽ ടിനി ടോം പ്രചരണം നടത്തി എന്നതാണ് അൻസിബ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിലാണ് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ അൻസിബ തയ്യാറാവുകയും ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ആലോചിക്കുന്ന മതത്തിന്റെ പേരിലൊക്കെ ഇന്നത്തെ കാലത്തും തോന്നിയാസങ്ങളൊക്കെ പറഞ്ഞു നടക്കാൻ ആൾക്കാരുണ്ടോ എന്നാണ്. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഈ ജിഹാദി എന്ന് പറയുന്ന രീതിയിൽ അൻസിബയെ മാത്രമല്ല കേട്ടോ വിളിച്ചിരിക്കുന്നത്, വേറെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലും വരുന്നുണ്ട്. ഈ ഉഷ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്, നമ്മുടെ സിനിമയിലൊക്കെ ഉള്ളതാണ്. അപ്പൊ പുള്ളിക്കാരിയും ഇതിന്റെ എതിരെ പിന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ പേര്, ടിനി ടോമിന്റെ പേരൊന്നും അതിനകത്ത് പറയുന്നില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അൻസിബ ഒരു വക്കീലുമായി കൂടിക്കാഴ്ച നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അക്കാര്യത്തിൽ ഒരു നിയമോപദേശവും അൻസിബയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജിഹാദി പരാമർശത്തിൽ കേസ് നിലനിൽക്കുന്നതാണ്, ആ പരാതി നിലനിൽക്കുന്നതാണ് എന്ന നിയമോപദേശമാണ് ഇപ്പോൾ അൻസിബയ്ക്ക് ഏതായാലും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു നിയമ നടപടിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് അൻസിബയുമായി സംസാരിച്ചിരുന്നു, വക്കീലുമായി ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അൻസിബ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ അൻസിബ ഓക്കെ, താങ്ക് യു റംഷ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞു അൻസിബയ്ക്ക് ഐക്യദാർഢ്യം, അൻസിബയ്ക്ക് ഉടനെ തന്നെ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാവണം. ഇനി ഇവിടെ എന്തായാലും വളരെ നല്ല കാര്യം. ഇപ്പോഴെങ്കിലും ഈ ഒരു നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ വീഴ്ചയായിരിക്കും. ഇതൊക്കെ ഒരു റൈറ്റ് ടൈമാണ്. ഈ സമയത്ത് തന്നെ ഇതിനെതിരെ കേസ് കൊണ്ട് കൊടുത്ത് ആക്ഷൻ എടുക്കണം. ഇയാളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഉഷ എന്ന് പറയുന്ന ഒരു നടിയുടെ പിന്നെ ഒരു വാർത്ത വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേതൃത്വത്തിനെതിരെ നടി ഉഷ ഹസീന തന്നെയും ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് ഉഷ ഹസീന മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. അതാരാണ് എന്ന് ഞാൻ ജനറൽ ബോഡിയിൽ പറയും. അമ്മ താരസംഘടനയിൽ ഗ്രൂപ്പുകളാണ്. അൻസിബയെ സംഘടനയിൽ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്നും ഉഷ ഹസീന പറഞ്ഞു. അൻസിബയെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നെന്നും ഈ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അൻസിബ പറയുന്നതെല്ലാം കറക്റ്റ് ആണെന്നുള്ളത്. ഇപ്പോഴും വിശ്വസിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ചെയ്തതിന്റെ ഭാവമൊക്കെ കണ്ടില്ലേ, നമ്മളൊക്കെ മീഡിയക്കാരും അതുപോലെ തന്നെ പിന്നെ യൂട്യൂബേഴ്സും ഒക്കെയാണ് ഇതിനൊക്കെ കാരണം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്നാലും ബാക്കിയും കൂടെ കാണാം. അമ്മ താരസംഘടനയിൽ കുറച്ചധികം ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാധ്യമങ്ങൾ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുകയാണ്. മാത്രമല്ല ഓരോ ദിവസങ്ങളും പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മുൻപേ അറിഞ്ഞിരുന്നോ? നേരത്തെ അറിയാമായിരുന്നു. അൻസിബയുമായിട്ടൊക്കെ നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ വിഷയമൊക്കെ അൻസിബ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ള അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ അറിയാം. 2 ഗ്രൂപ്പാണെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചു. ഇപ്പം 3 ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ശ്വേതാ മേനോൻ, ടിനി ടോം, പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ്, കുക്കു പരമേശ്വരൻ, നീന പ്രസാദ്, നീന കുറുപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജയനും ജോയ് മാത്യു, അവർ വേറൊരു ഗ്രൂപ്പ്. എന്തുവാണ് ഈ ഗ്രൂപ്പ് കളിക്കാനായിട്ടൊക്കെ? ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അമ്മ സംഘടനയെ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു രീതിയിൽ ഒരു ഗുണമില്ലാത്ത ഒരു സംഘടനയാണ് അമ്മ സംഘടന. ചുമ്മാ കുറെ ആക്ട്രസിനെ ആക്ടർമാരെയൊക്കെ പിടിച്ചിരുത്തി ഒരു സംഘടന ഉണ്ടാക്കി. ഇമാതിരി പരിപാടിയാണ് എന്നിട്ട് അതിനകത്ത് നടക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ഈ അമ്മ സംഘടനയെ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ മീഡിയക്കാരും ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രയോജനമുള്ളത്. എന്നിട്ടൊക്കെ ഇവന്മാരുടെ ഈ അഹങ്കാരവും തെമ്മാടിത്തരവും ഒക്കെ കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഈ അമ്മ സംഘടന കൊണ്ട് കുറെ ചാരിറ്റികൾ, അതായത് ഈ പിന്നെ സിനിമയില് വർക്ക് കുറഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ മരുന്ന് വാങ്ങിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ പഴയ കാല ആൾക്കാർക്കൊക്കെ മരുന്ന് വാങ്ങിക്കാനും അതിനും ഇതിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഇമാതിരി ചോദ്യാവസ്ഥകളൊക്കെ കാണിക്കാനായിട്ട് എന്തിനാ ഒരു സംഘടന? എന്നോടും പറഞ്ഞു, നീനാക്കുറുപ്പ് സാക്ഷിയാണ് കേട്ടത്, പിന്നെ അൻസിബ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നെയും വിളിച്ചു. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ കേട്ടല്ലോ, എന്നെയും വിളിച്ചു എന്ന്. പുള്ളിക്കാരിക്ക് അത് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചോണ്ടിരിക്കും. ശരിക്കും ഈ ഇതിനകത്തുള്ള എല്ലാവർക്കും അറിയാം അൻസിബയുടെ കേസ് സത്യമാണെന്നുള്ള കാര്യം. ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ.
ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള എല്ലാവരും സാക്ഷി പറയണം. ഇത് അറിയാവുന്നവരൊക്കെ സാക്ഷി പറഞ്ഞിട്ട് ഈ ടിനി ടോമിനെതിരെ കേസ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ ടിനി ടോം ഒരുപാട് നാളെ ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങിയിട്ട്. പറയണമെന്ന് അംഗമെന്ന നിലയ്ക്ക് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് സംഘടനയിലാണ്. അപ്പോൾ സംഘടനയിലേക്ക് ഞാൻ പറയാനായിട്ട് ജനറൽ ബോഡിക്ക് പറയാനിരിക്കുകയാണ്. എന്നെയും പറഞ്ഞു ജിഹാദിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആരാണ് പറഞ്ഞതെന്നും ഇത് ആരാണ് പറഞ്ഞതെന്നും ഒക്കെ ഞാൻ ജനറൽ ബോഡിക്ക് പറയും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഭാരവാഹിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുടുംബ സംഗമത്തിന് ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോൺസർഷിപ്പ് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഒരു മതത്തിൻ്റെ ആൾക്കാർ, അമ്മ മതേതരമായിട്ട് എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിലുള്ള ആൾക്കാരുള്ളതാണ്, ഇതിനകത്തേക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർഗീയ മതമോ ഒന്നും കൊണ്ടുവരണ്ട, ഒരു ഡൊണേഷനായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാൻ, ശരിയല്ല എന്നുള്ള നിലപാടെടുത്തതിൻ്റെ പേരിലാണ് കുട്ടിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ സാക്ഷികളുമായി. ഇനി ഇതിനപ്പുറം വേറെ ഒന്നും വേണ്ട. ഇയാൾ ഓൾറെഡി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഈ പറയുന്ന ടിനി ടോമിന്റെ മകൻ ഇത് കണ്ടല്ലേ പഠിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അണ്ണി പിടിക്കാനും ഒക്കെ പോകുന്നു, തെറിയൊക്കെ വിളിക്കാൻ നടക്കുന്നത്. പിരിച്ചുവിട്ടിട്ട് നല്ലൊരു പാനൽ വെക്കട്ടെ. ഈ പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് ഇതൊരു ഗ്രൂപ്പാക്കി ഇത് ചളകുളവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ പ്രസിഡന്റ് പറഞ്ഞത് അമ്മയിൽ നിന്നും പുറത്തു പോയിട്ടുള്ള എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളെയും തിരിച്ച് നമ്മൾ കൊണ്ടുവരും, അതിജീവിതയെ ഉൾപ്പെടെ. പിന്നീടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അൻസിബയാണ് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ചോദിച്ചപ്പോൾ അമ്മയിലെ ചില അംഗങ്ങൾ അതിപ്പോൾ വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പ്രസിഡന്റ് കമ്മിറ്റിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ അറിയണമല്ലോ നമുക്ക് ആരാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ആ നടിക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? ഈ പറയുന്ന പൾസർ സുനിക്ക് ആ ഒരു ശിക്ഷയാണോ കിട്ടേണ്ടിയിരുന്നത്? ഇതിൽ കൂടുതൽ ശിക്ഷകളും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സംഘടനയും കാര്യങ്ങളും എന്ത് ഇതാണ് ചെയ്തിട്ടുള്ളത്? ഈ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ പോകുന്ന സമയത്ത് ഈ അമ്മയിലുണ്ടായിരുന്നവരാരും ഒന്നും ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോ കുറച്ചു പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ് ഈ അമ്മ സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വോയിസും കൂടെ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുകേഷിന്റെ വോയിസ് ആണ്. ഈ മുകേഷിനെയൊക്കെ പിടിച്ച് എന്തിനാണോ MLA ആക്കിയെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. മുകേഷിനെ പോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഒരു കാര്യമില്ലാതെ നടന്ന് ജഗദീഷിനെ വരെ ഈ പുള്ളി അനാവശ്യം പറയുന്നുണ്ട്. ഹലോ മുകേഷ് ചേട്ടാ. മുകേഷ് ചേട്ടാ, മറ്റേ മുകേഷിന്റെ ഒക്കെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ, ഉടനെ വല്ല റിലീസ് ആകുമായിരുന്നു? മറ്റേ പഴയ ജഗദീഷ് ചേട്ടന്റെ തിരുവല്ല. പുള്ളിക്കാരന് ബോധമില്ലെന്ന് തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഇയാളുടെ ഫോൺ കോൾ എല്ലാം ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുവായിരുന്നു നേരത്തെയൊക്കെ. എന്ത് പറയാൻ, ഒരു ബോധവും വെളിവും ഇല്ലാത്ത ആള്. ഭയങ്കര ഒരു ഫാനാ. മറ്റേ ഉടനെ വല്ലോ റിലീസ് ആകുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പേര് ശ്രീകുമാറിനെ കേട്ടോ. ചേട്ടനും മറ്റേ ജഗദീഷനും മറ്റേ അതന്നെ. ഞാൻ ചേട്ടനെ നേരത്തെ എന്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. ഒരാളെ വിളിക്കുമ്പം ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നാരാണ് വിളിക്കുന്നത്, ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? സാമാന്യ മര്യാദ വിളിച്ചിട്ട് ഇപ്പൊ പുതിയ പടത്തിന്റെ പള്ളി പോയി പറഞ്ഞാൽ മതി. എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കൊണ്ട് കളഞ്ഞില്ലയോ? ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ കൊണ്ട് കളഞ്ഞില്ല. ജഗദീശനെ വിളിക്കാം. അവൻ പാട്ടി, അവൻ റാസ്കൽ. ജഗദീശ്വരനെയൊക്കെ പറയുന്നുണ്ട് പട്ടി റാസ്കൽ എന്നൊക്കെ. എന്തു മനുഷ്യനാണ് ഇയാള്? ഒന്ന് മനസ്സിലാക്കിയോ നിങ്ങൾ? ഇതൊക്കെ കേട്ടിട്ട് എന്ത് ക്വാളിറ്റി ആണുള്ളതെന്ന് പറഞ്ഞ ഇയാളുടെ പേരിൽ എത്രയോ കേസ് വന്നു, എന്നിട്ട് MLA സ്ഥാനത്ത് നിൽക്കുവാണ്. ഈ ജഗദീഷിനെ പോലെയുള്ള ഒരു മനുഷ്യൻ പോന്ന് പോലും ഒരു മനുഷ്യനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നാണോ മാനോ ഉണ്ട് ഈ മുകേഷിന്? ഒന്ന് കോൾ ചെയ്താലും വിളിച്ച് സംസാരിക്കുന്ന ഒരു രീതി കേട്ടില്ലേ ഈ പുള്ളിക്കാരൻ? അങ്ങനെ പറയണം ഇങ്ങനെ പറയണം, ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാത്ത ഇങ്ങനെ ആരാണെന്നാണ്. ഇയാള് എന്തോ അടിച്ചിട്ട് ഇങ്ങനെ ബോധമില്ലാണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയാണ്. എന്താ പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഈ കൊല്ലത്തുള്ള ജനങ്ങളോടാണ് പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് പുള്ളിയൊക്കെ ശരിക്കും MLA ഒക്കെ ആക്കുന്നത്? എന്ത് കണ്ടിട്ടായിരുന്നു? എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.